ഹായ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലിസ്ട്രേഷൻ നമ്പർ 20 അപ്ഡേറ്റഡ് മെറ്റീരിയൽ പേജ് നമ്പർ 304 ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കതൊരു ഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഇക്വലന്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അപ്പോർഷൻമെന്റ് ഓഫ് കോസ്റ്റ്, ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ പ്രോഫോമിൽ ഇൻഡിക്കേറ്റ് ചെയ്തതാണ്. പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ, ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ആണ് അത് തന്നിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുണ്ട്. 100% മെറ്റീരിയൽ, 40% ലേബർ ആൻഡ് ഓവർഹെഡ്. ദെൻ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ 1050. ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ അഗെയിൻ നടുക്ക് വെച്ചിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അഡീഷണൽ മെറ്റീരിയലാണ് 1050 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് 1100 യൂണിറ്റ്. Then closing stock 150 units at 100% material. That means that the closing stock in the degree of completion ആണ് 100% material, 70% labor and overhead. Then other informations പറഞ്ഞുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനകത്ത് അഡീഷണൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ലേബറിൻ്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ ഓവർഹെഡ് തന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഫസ്റ്റ് അവർ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ ഞാൻ എഴുതിയും കൊടുത്തു. ദെൻ ഇൻപുട്ട് കോളം, ഔട്ട്പുട്ട് കോളത്തിന്റെ യൂണിറ്റ്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ആയ എലമെന്റ്സ്, അതിന്റെ പെർസെന്റേജ് കോളം, യൂണിറ്റ് കോളം ഞാൻ മാർക്ക് ചെയ്തു. ദെൻ അതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന 200 യൂണിറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഇൻപുട്ട് കോളത്തിൽ എഴുതണം, ഔട്ട്പുട്ടിന്റെ യൂണിറ്റ് കോളത്തിൽ എഴുതണം. ദെൻ അടുത്ത് തന്നിരിക്കുന്നത് അതിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ 100% ആണ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എടുക്കേണ്ടത് ഫ്രം ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ്. അവിടെ 100% മെറ്റീരിയൽ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് പ്രീവിയസ് പ്രോസസ്സിൽ തന്നെ മെറ്റീരിയൽ എത്രയാണോ ഓപ്പണിംഗ് സ്റ്റോക്കിന് ഇൻക്ലൂഡ് ആവുന്നത് അത് കംപ്ലീറ്റ് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ മെറ്റീരിയൽ കോസ്റ്റ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ദെൻ 100% തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനാണ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ 100% തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിവിടെ എടുക്കേണ്ട നിൽ. ദെൻ ലേബർ വരുമ്പോൾ ഒരു 40% ഉണ്ട്. ഫ്രം ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ്. അപ്പോൾ നമ്മൾ 100 - 40 എടുക്കണം. അപ്പോൾ 60% ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ലേബർ 60%, 200 60%, 120 യൂണിറ്റ്സ് വിൽ ബി ലേബർ ഇൻ യൂണിറ്റ്സ്. ദെൻ ഓവർഹെഡ് എന്ന് പറയുന്നതും 40% തന്നെയാണ്. അപ്പോൾ സെയിം ആസ് ലൈക്ക് ലേബർ ആൻഡ് ഓവർഹെഡ് 60%, 200 60%, 120 യൂണിറ്റ്സ് ആണ് നമ്മൾ ഓവർഹെഡിന്റെ യൂണിറ്റ്സ് എടുക്കേണ്ടത്. ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്ക്, നോർമൽ ലോസിന്റെ കേസാണ് രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ശരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോർമൽ ലോസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കതൊന്ന് സ്കിപ്പ് ചെയ്യാം. ദെൻ നോർമൽ ലോസ് ഇല്ല എന്ന് നമുക്ക് അസംപ്ഷൻ എടുക്കാം. ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്ക് നോക്കാം. ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഫിനിഷ്ഡ് സ്റ്റോക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് തൊട്ടടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 1100 യൂണിറ്റ്. ദെൻ മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 200. അപ്പോൾ നമുക്ക് 900 യൂണിറ്റ്സ് ആണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഫിനിഷ്ഡ് സ്റ്റോക്ക് 900 യൂണിറ്റ്സ്. അത് മെറ്റീരിയൽ 100%, ലേബർ 100%, ഓവർഹെഡ് 100%. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1050 യൂണിറ്റ്സ് അല്ല 150 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് അപ് ടു ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഇൻ കേസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് മെറ്റീരിയൽ 100% ആണ്, ദാറ്റ് ഈസ് 150 യൂണിറ്റ്സ്. ദെൻ ലേബർ ആൻഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് 70% ആണ്, 70%. ദെൻ അതിന്റെ 150 യൂണിറ്റ്സിന്റെ 70% എന്ന് പറയുന്നത് 105 യൂണിറ്റ്സ് ആണ്. അത്ര എടുക്കുക. ദെൻ ഇവിടെ വേറൊരു കേസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു അഡീഷണൽ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ബോക്സിൽ തന്നെ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നത് 1050 തന്നിട്ടുണ്ട്. അത് അഡീഷണൽ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ ഇൻപുട്ട് യൂണിറ്റ് കോളം. ഓക്കെ, കമ്പ്യൂട്ട് ചെയ്യുക.
സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇൻപുട്ട് കോളവും ഔട്ട്പുട്ടിന്റെ യൂണിറ്റ് കോളവും ഈക്വൽ ആണോ എന്ന് നോക്കണം. ഇൻപുട്ട് കൊടുത്തതിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ അബ്നോർമൽ ഗെയിൻ ഉണ്ടാവും. കുറവാണ് നമുക്ക് കിട്ടുന്നത്, ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും കുറവാണ്, ലോ ആണ് ഔട്ട്പുട്ട് യൂണിറ്റ് കോളം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അബ്നോർമൽ ലോസ് ആയിരിക്കും. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ 1050 പ്ലസ് 200 1250, then 200 900 150 1250. then ഇവിടെ there is no abnormal loss or gain. 1250 യൂണിറ്റ്സ് നമ്മൾ ഇൻപുട്ട് കൊടുത്തപ്പോൾ 1250 നമുക്ക് ഔട്ട്പുട്ടും കിട്ടിയിട്ടുണ്ട്. then നമുക്ക് യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യാം. മെറ്റീരിയൽ ലേബർ ഓവറിന്റെ യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യണം. മെറ്റീരിയലിന്റെ യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ സെയിം നമുക്ക് 1050 കിട്ടും. ലേബറിന്റെ യൂണിറ്റ് കോളം നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ 1125 കിട്ടും. എഗെയിൻ ഓവർഹെഡിന്റെ കോളം 1125 കിട്ടും. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ ആണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ ഫോർമാറ്റിൽ പാർട്ട് 5 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എലമെന്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ എടുത്ത് എഴുതണം. അപ്പോൾ എലമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു കോളം, ദെൻ എമൗണ്ട് കോളം, then units column, cost per unit column. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, then എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മെറ്റീരിയൽ, നമ്മളിവിടെ ബോക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. then എമൗണ്ട് കോളം, മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്രയാണ്, ലേബറിന്റെ കോസ്റ്റ് എത്രയാണ് എന്നെല്ലാം ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ബോക്സിൽ കിടപ്പുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് ₹1050, then ലേബർ കോസ്റ്റ് ₹2250, ഓവർഹെഡ് കോസ്റ്റിംഗ് ₹1125. then യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത മെറ്റീരിയലിന്റെ യൂണിറ്റ് കോളത്തിലുള്ള 1050 യൂണിറ്റ്സ്. ലേബറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലേബറിന്റെ യൂണിറ്റ് കോളം നമുക്ക് ക്ലോസ് ചെയ്തപ്പോൾ കിട്ടിയ 1125 യൂണിറ്റ്സ്. ഓവർഹെഡിന്റെ ടോട്ടൽ യൂണിറ്റ്സ് 1125. ഓക്കെ, നമുക്കിനി കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. എമൗണ്ട് കോളത്തിന് ഞാൻ എ എന്നും യൂണിറ്റ് കോളത്തിന് ഞാൻ ബി എന്നും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, എ ഡിവൈഡഡ് ബൈ ബി. then 1050 divided by 1050, that is equal to rupees or 1 per unit. Then 2250 divided by 1125, that is equal to rupees 2 per unit. Then 1125 divided by 1125, that is equal to rupees 1 per unit. Okay, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ ഇല്ല. റീസൺ എന്ന് പറയുന്നത് ഇൻപുട്ട് 1250 യൂണിറ്റ് കൊടുത്തു, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 1250 യൂണിറ്റ് തന്നെയാണ്. there is no abnormal loss or gain. then നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. then again elements, cost per unit, units total. ഇത്രയാണ് നമുക്ക് വേണ്ടത്. എലമെന്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. then കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത മെറ്റീരിയൽ ₹1 per unit, ലേബർ ₹2 per unit, ഓവർഹെഡ് ₹1 per unit ആണ്. then യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ മെറ്റീരിയൽ, ലേബർ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ അത് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. മെറ്റീരിയൽ 150 ആണ്. മെറ്റീരിയലിന്റെ അവിടെ നമുക്ക് 150 എന്ന് എഴുതാം. then ലേബറിന്റെ അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് 105 ആണ്. 105.
ഓവർഹെഡിന്റെ അവിടെയും ക്ലോസിംഗ് സ്റ്റോക്ക് 105 ആണ്. 105 എഴുതാം. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ കോളത്തിൽ എഴുതാം. കോസ്റ്റ് പെർ യൂണിറ്റിന്റെ കോളം എ എന്നും യൂണിറ്റ്സ് കോളം ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ആണ് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ കോളം കിട്ടുന്നത്. അപ്പം 150 into 1 rupees 150, 150 into 2 rupees 2 rupees 210, 150 105 into 1 rupees 105. ഓക്കെ, ഇതിന്റെ ടോട്ടൽ എടുക്കുക. ഇതിന്റെ ടോട്ടൽ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 465 rupees എന്ന് കിട്ടും. ക്ലോസിംഗ് സ്റ്റോക്ക് 150 യൂണിറ്റ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 465 rupees ആണ്. ഇതാണ് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വരച്ചിട്ട് നമുക്കത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആയി. ദെൻ ഇനി നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയ പ്രോസസ് അക്കൗണ്ട് ആണ് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കാം, process account. Units, amount, credit side, debit side. Then process account nata first opening stock. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ തന്നിട്ടുണ്ട് 200 യൂണിറ്റ് ആണ്. ഓക്കെ, 200 യൂണിറ്റ്സ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് 200 യൂണിറ്റ്സ് അറ്റ് ₹4 per യൂണിറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 200 into 4 നമുക്ക് 800 എന്ന് കിട്ടും. 200 into 4 ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. ദെൻ ക്വസ്റ്റ്യൻ അഡീഷണൽ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ അഡീഷണൽ ആണ്. അഡീഷണൽ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1050 യൂണിറ്റ് 1050 റുപ്പീസിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 1050 യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബോക്സിൽ തന്നിട്ടുണ്ട് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് 1050 എന്ന്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ബോക്സിൽ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 1050 റുപ്പീസ് തന്നിട്ടുണ്ട്. നമ്മൾ എടുത്തെഴുതി. ദെൻ ലേബർ കോസ്റ്റ് 2250. ദെൻ ഓവർഹെഡ് കോസ്റ്റ് 1124. Then closing stock. നോർമൽ ലോസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോർമൽ ലോസ് എടുത്ത് ക്രെഡിറ്റ് ചെയ്തേ. അബ്നോർമൽ ലോസ് ഉണ്ടായിരുന്നെങ്കിൽ അബ്നോർമൽ ലോസ് എടുത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേ. Then there is no abnormal loss or normal loss in case this question. So നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിലോട്ട് പോവുകയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ 1050 യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് 465 റുപ്പീസ് ആണ് അതിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറഞ്ഞു. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു 465. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന യൂണിറ്റ്സ് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സിൽ ട്രാൻസ്ഫർ ടു പ്രോസസ് 1100 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എഴുതുന്നു. ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് 1100. നമ്മൾ യൂണിറ്റ് കോളം ആദ്യം ബാലൻസ് ചെയ്യുന്നു. യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ 1100 150, then 1250 യൂണിറ്റ്സ് ആണ്. അഗെയിൻ 1050 പ്ലസ് 200 1250 യൂണിറ്റ്സ് ആണ്. അപ്പൊ യൂണിറ്റ് കോളത്തിൽ എന്തില്ല, ഒരു ഡിഫറൻസ് ഇല്ല. നമ്മൾ ഓൾറെഡി ഇക്വലന്റ് പ്രൊഡക്ഷനിൽ നമ്മളത് കണ്ടുപിടിച്ചായിരുന്നു. അബ്നോർമൽ ലോസും ഗെയിനോ ഒന്നുമില്ല. ഇവിടെ അബ്നോർമൽ ലോസും ഗെയിനോ ഒന്നും അപ്പോൾ വരികയില്ല. ദെൻ എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുന്നു. എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് തൊട്ടടുത്ത പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന 1100 യൂണിറ്റ്സിന്റെ വാല്യൂ കിട്ടുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇതെല്ലാം ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 5225 എന്ന് കിട്ടും. Again 5225, the difference will be 4760 rupees ആയിരിക്കും. ഇതിന്റെ പെർ യൂണിറ്റ് വാല്യൂ എടുക്കുമ്പോൾ 4760 ഡിവൈഡഡ് ബൈ 1100 യൂണിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4.327 പെർ യൂണിറ്റ് എന്ന് കിട്ടും. It will be the answer.
ഇതാണ് നമുക്ക് ഫൈനലായിട്ട് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഇക്വലന്റ് പ്രൊഡക്ഷനിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റാണ്. പ്രോസസ് അക്കൗണ്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.